ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു ടൊയോട്ടയുടെ Etios ആട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് പൊട്ടിയിട്ടോണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. നമ്മളിത് ഫുൾ പെയിൻറ്റിങ് അല്ല, മിക്കവാറും ഇത് ബാക്ക് ബമ്പറും ഫ്രണ്ട് ബമ്പറും കൂടി മാത്രമുള്ളൊരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടാക്സി വണ്ടിയായിരുന്നു. അപ്പോൾ ബാക്കൊക്കെ ചളങ്ങിയൊക്കെ ഇരുന്നുകൊണ്ട് ജസ്റ്റ് പുള്ളി അത് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 രൂപ 9 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇത് ബാക്കും ഫ്രണ്ടും കൂടി പെയിൻറ്റ് ചെയ്ത് ഇറക്കാം. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് പോളിഷൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നോർമൽ റേറ്റ് ഉള്ളൂ. 2500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പോളിഷൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കാം. നമുക്ക് അവസാനം നോക്കാം ഇതിൻ്റെ എല്ലാം കഴിയുമ്പോഴും. ഇപ്പോൾ ഓൾമോസ്റ്റ് പുട്ടിയൊക്കെ ഉരച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ലോണം ഇതൊക്കെ പുട്ടിയൊക്കെ ഇട്ട് നല്ല പുട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. പേപ്പറൊക്കെ ഇനി ഇത് അവിടെ ചെറുതായിട്ടൊക്കെ പിടിക്കാനുണ്ട്. ഇവിടെ ചെറുതായിട്ട് പിടിക്കാനുണ്ട്. ഏരിയ മാത്രമേ ഉള്ളൂ പെയിൻ്റ് അടിക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ പുട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. പുട്ടിയിട്ട് പിടിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പുറത്തെ പയ്യൻ ഒരു ഓൾട്ടോ കഴുകുകയാണ്. അതിൻ്റെ അകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ കളയുകയാണ് തോന്നുന്നു. ഓൾമോസ്റ്റ് ഇപ്പോൾ പുട്ടിയൊക്കെ പിടിച്ച് നല്ല പേപ്പറൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇട്ട് കഴുകി നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാതെ. ക്ലിയറൻസ് അറിയാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചാണ് ഒരു പേപ്പർ പിടിക്കുന്നത്. അതിൻ്റെ പേപ്പർ എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ആ ഒരു പേപ്പർ ഇട്ട് പിടിച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. അതായത് കറക്റ്റ് ആ ഒരു തരിപ്പൊക്കെ മാറും. ബമ്പറിൻ്റെ അവിടെയൊക്കെ പേപ്പറൊക്കെ ഒട്ടിച്ച് മാസ്ക് ചെയ്ത് ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെയിൻറ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവർ മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് ഗ്രില്ലും അതേപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ക്രോം ഏരിയകളും ഒക്കെ മാസ്ക് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ലൈറ്റിൻ്റെ ഏരിയയിലും വേണമെങ്കിലും മാസ്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറമെ ഒരു പ്രൈമർ വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രൈമർ വന്നതിന് ശേഷമാണ് നമ്മൾ സിൽവർ അടിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈമർ അടിക്കുന്നത് നമുക്ക് കാണാം. ഒരു വൈറ്റും ഒരു വേറൊരു ഗ്രേ ഒരു പ്രത്യേക ഒരു പ്രൈമറാണ്. സൈഡിലേക്ക് വരുവാണെങ്കിലും നമ്മുടെ ഈ ഒരു ഗ്ലാസ് പെയിൻറ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊന്നും പെയിൻ്റ് ഒന്നും പോയിട്ടില്ല കേട്ടോ. ഫ്രണ്ടും ബാക്കും മാത്രമേ ബമ്പർ മാത്രമേ പെയിൻറ് ചെയ്യുന്നുള്ളൂ. ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ഏരിയയിലേക്ക് നല്ലോണം പുട്ടിയൊക്കെ ഇട്ട് നല്ല പേപ്പറൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ജസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. എല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്പർ പ്ലേറ്റും ആ ലോഗോവും കാര്യങ്ങളെല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഏരിയയൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മാസ്ക് ഇട്ട് ഇതൊക്കെ നമുക്ക് 2 ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ഇവർക്കൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് പെയിൻറ് ചെയ്ത് വിടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്യാവശ്യം മാസ്ക് ഒക്കെ ചെയ്ത് നല്ല പൊടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ടയറിലൊക്കെ മാസ്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ മറ്റേ ബോണറ്റ് തുറക്കുകയാണെങ്കിൽ എൻജിൻ ബേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. 4D എന്ന് പറഞ്ഞ ടയറ്റയുടെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ടർബോ, പിന്നെ ബാറ്ററിയും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സ്പെസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചെന്നുള്ളൂ. നമ്മുടെ ഇതുണ്ട് ഞാൻ പറഞ്ഞ മറ്റേ ഒരു പ്രൈമർ കോട്ട് ഈ ഒരു ബമ്പറിൻ്റെ മേളിൽ അടിച്ചില്ലെങ്കിൽ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ അടിക്കുന്ന പെയിൻ്റ് എല്ലാം പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പെയിൻറ്റിങ് കോട്ടാണ്, ഒരു പ്രൈമർ കോട്ടിംഗ് ആണ്, ഒരു സംഭവമാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ സിൽവറിൻ്റെ ഒരു ഫസ്റ്റ് വേറൊരു ഗ്രേഡ് ആയിട്ടുള്ളൊരു കോട്ടിങ് വരും. അപ്പോൾ അത് തന്നെ അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രോപ്പറായിട്ട് സിൽവർ അടിക്കുന്നത്. സിൽവർ അടിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് തുടക്കമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് തുടങ്ങിയിട്ടുണ്ടേ. ബാക്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പ്രൈമർ കോട്ട് പോലത്തെ ഒരു സംഭവം അടിച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഫ്രണ്ടിൽ മറ്റേ ആ ഒരു പ്രൈമർ കോട്ട് അടിച്ചതിന് ശേഷം ഒരു സിൽവറിൻ്റെ വേറൊരു കോട്ടായിട്ടുള്ളൊരു പ്രൈമർ കോട്ടാണല്ലോ. ഇത് സിൽവർ അല്ല, വേറൊരു ടൈപ്പ് ഒരു സംഭവമാണ് അടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി അടിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കുമായിട്ടുള്ള ഒരു പെയിൻറ്റിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് ജസ്റ്റ് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അടിച്ച് ഇപ്പം ബോണറ്റിലും ചെറുതായിട്ടൊന്ന് ഒരു ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ക്ലിയർ ആണോ അടിക്കുന്നതെന്നൊരു സംശയമുണ്ട്. ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ക്ലിയർ അടിച്ച് നേരത്തെ പ്രൈമർ അടിച്ചായിരുന്നു കേട്ടോ. പ്രൈമർ അടിച്ച് ഞാനിപ്പോൾ ഇടയ്ക്കിടെ 2 ദിവസം മിസ്സൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ഗ്ലാസ് നമുക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ ജസ്റ്റ് കാണിക്കുന്നു ആ ഒരു ചെറിയൊരു കോട്ടിങ് പോലെ. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടുള്ളൊരു പോളിഷൊക്കെ കഴിഞ്ഞുകൊണ്ട് ഈ കുട്ടപ്പനാക്കി ഇറക്കിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇതും കൂടി ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ടാക്സി എറ്റിയോസ് അറിയാമല്ലോ, ഒരു വല്ലാത്തൊരു ഫീലാണ്. ഒരു യാത്ര സുഖം തരുന്ന വണ്ടി ഇതിനെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഫ്രണ്ട് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഒരു ലൈറ്റൊക്കെ നോക്കി നല്ല പുതിയ വണ്ടി പോലെ തന്നെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ബാക്കാണെങ്കിലും പിന്നെ ആ ഒരു ക്രോം മാത്രമേ വെക്കാനുള്ളൂ. ക്രോം വെക്കുന്നതിന് മുമ്പോട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഇതിപ്പോൾ പുറത്തുകൊണ്ട് ഇടുവാണ്. അവിടെ ലുക്ക് നോക്കി ഇപ്പം ഇച്ചിരി സ്ലോ മോഷനിലാണ് പോകുന്ന വണ്ടി. അത്യാവശ്യം ആ ബാക്കിലെ ബമ്പറൊക്കെ നോക്കി ആ ബോഡി കളറും ജസ്റ്റ് ആ ഒരു ഫിനിഷിങ് നോക്കും. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന വണ്ടീനേക്കാളും ആ ഒരു ഫിനിഷിങ്, ആ ഒരു കറക്റ്റ് ആ ഒരു ഇവർ പെയിൻറ്റ് വാങ്ങിക്കുന്ന മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ ഒരു പെട്രോൾ ലിഡിൻ്റെ അവിടുത്തെ ഒരു ക്യാബിന് അഴിച്ചുകൊണ്ട് പോയിട്ടാണ് നമ്മൾ കറക്റ്റ് ആ ഒരു തിക്നറിലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇവർ വാങ്ങിക്കുന്നത് കേട്ടോ. ആ പെയിൻറ്റ് കാണിച്ച ശേഷമാണ്. അപ്പുറത്തൊരു സിൽവർ വാഗണർ കിടപ്പുണ്ട്, സെയിം സിൽവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി അങ്ങോട്ട് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇടുവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിതേപോലത്തെ വെറൈറ്റി പെയിൻറ്റിങ്സും അല്ലാതെ റിവ്യൂ അങ്ങനെ ഓൾമോസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ വണ്ടി സംബന്ധമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് വണ്ടി പ്രാന്തമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ അത്യാവശ്യം വെറൈറ്റീസ് ആയിട്ടുള്ള വണ്ടികൾ നോക്കുന്നുണ്ട്. പെയിൻറ്റിങ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളെ പറ്റിയും മെക്കാനിക്കൽ പരമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.